+2 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2025 ജൂലൈയിലെ കഴിഞ്ഞ എക്സാമിന്റെ ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ട് പേപ്പർ ആണ് തന്നേക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര് എഴുതാനുള്ള കോളം. സോ അവിടെ ഫില്ലപ്പ് ചെയ്യുക നിങ്ങൾ എക്സാം ടൈമിൽ. അത് കഴിഞ്ഞ് ടൈം എത്രയാണ്? 2.5 മണിക്കൂറാണ് ടൈം വരുന്നത്. ഓക്കെ, അപ്പൊ ടൈമിനനുസരിച്ച് എഴുതാൻ നോക്കുക. ചിലർക്ക് ടൈം വളരെ പ്രശ്നം വരുന്നുണ്ട്. സോ ടൈം എപ്പോഴും എല്ലാവരും കീപ്പ് ചെയ്യുക. പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. സോ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമുക്ക് വെറുതെ തരുന്നതല്ല, എല്ലാവരും ആ കൂൾ ഓഫ് ടൈം കറക്റ്റ് ആയിട്ട് ഉപകരിക്കാനായിട്ട് നോക്കുക. കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ ഉറപ്പിച്ച് വെക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതിൽ നമുക്കറിയാലോ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെ എഴുതണ്ട എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിച്ച് വെക്കുക. അപ്പൊ എഴുതേണ്ടത് മാർക്ക് ചെയ്ത് വെക്കുക, ഏത് നമ്മളാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ക്ലാസ് ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പേജ് വരുന്നത്. അപ്പൊ അതിനുശേഷം നമുക്കറിയാം ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇവിടെ ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. അല്ലേ, 2 പാർട്ടും തന്നിട്ടുണ്ടാവും. സോ ചിലവർക്ക് മലയാളത്തിൽ വായിച്ചിട്ട് ചിലപ്പോൾ ചിലവർക്ക് മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. പക്ഷെ ചിലവർക്ക് എന്താ, ചില കാര്യങ്ങൾ ഇംഗ്ലീഷിലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇവിടെ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കുക, ചിലപ്പോൾ അത് മനസ്സിലാവും. ചിലർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, രണ്ടും ഒരേ സമയം ഉപകാരപ്പെടും നമുക്ക്. ഓക്കെ, അത് എപ്പോഴാ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല, ചില വാക്കുകളായിരിക്കാം ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക്, കണ്ടില്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓപ്ഷൻ 5 ചോദ്യങ്ങൾക്കാണ് ആൻസർ നമ്മൾ കൊടുത്താൽ മതി. ഉത്തരം എഴുതുക എന്ന് പറയുന്നുണ്ട്. ഓരോന്നിനും എത്ര, 1 സ്കോർ വീതം. അപ്പൊ 1 മാർക്കിന്റെ ചോദ്യത്തിന് 5 എണ്ണം എഴുതിയാൽ മതി, 6 എണ്ണം തന്നിട്ടുണ്ടാവും. ഇതില് ഏറ്റവും നിങ്ങൾക്ക് കറക്റ്റ് അറിയുന്ന 5 എണ്ണം ആൻസർ ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ചില കേസിൽ ഇങ്ങനെ പറയും 6ഉം എഴുതി വെക്കാം. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സംശയമാണെങ്കിൽ 6ഉം എഴുതി വെക്കാം. അപ്പൊ കറക്റ്റ് ഉള്ള 5 എണ്ണത്തിന് നമുക്ക് എന്ത് വരും, ആൻസർ കറക്റ്റ് വരുന്ന ആൻസറിന് 5 മാർക്ക്, 5 എണ്ണം എടുക്കുള്ളൂ, 6 എണ്ണം മൊത്തം ഒന്നും എടുക്കൂല. ആ 5 എണ്ണത്തിന്, കറക്റ്റ് ഉള്ള 5 എണ്ണത്തിന് നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അങ്ങനെയാണ് പറയാറ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സെക്ഷൻ വരുന്നത്, പാർട്ട് എ. പാർട്ട് എയിലെ അക്കൗണ്ടൻസി, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1ലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ട് എയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ഏതാ, 1 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻ, അതിൽ 5 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണം. ഏറ്റവും കുറഞ്ഞത് എത്ര വേണം പങ്കാളിത്ത സ്ഥാപനത്തിന്? 3, 2, 1, 10 അല്ലെ. ഏറ്റവും കുറഞ്ഞത് 2 ആണ് അല്ലെ. 2 പേരെങ്കിലും വേണം, എന്നാലാണല്ലോ അതിന്റെ പങ്കാളിത്ത സ്ഥാപനം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. പങ്കാളിത്ത ബിസിനസ് എന്ന് പറയാനായിട്ട് 2 പേരെങ്കിലും ഉണ്ടെങ്കിലല്ലേ മിനിമം തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന ഒരു കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. പങ്കാളിത്ത കരാറിന്റെ എഴുതപ്പെട്ട രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പങ്കാളിത്ത സ്ഥാപനത്തിൽ നിർബന്ധമില്ല ഒരിക്കലും, എന്താ, ഈ പറഞ്ഞ ഒരു അഗ്രിമെന്റ് എഴുതപ്പെട്ടതാണെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് നമുക്ക് വാക്കാൽ പറഞ്ഞതോ എഴുതപ്പെട്ടതോ ആവാം എന്നാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് എഴുതപ്പെട്ട രൂപം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ ഇവിടെ പറയുന്നത് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആണോ? അല്ല. വാക്കാലുള്ള കരാർ, പരസ്പര കരാർ, പങ്കാളിത്ത ഉടമ്പടി, ഇതിലെന്തായിരിക്കും? ഇപ്പൊ എല്ലാവരും വാക്കാലുള്ള കരാറാണ്, അല്ല ഇത് എഴുതപ്പെട്ടതാണല്ലോ. സോ അതല്ല, പരസ്പര കരാറും അല്ല, എന്തായിരിക്കും? പങ്കാളിത്ത ഉടമ്പടി, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെ. ഡി ആണ് കറക്റ്റ് ആൻസർ, പങ്കാളിത്ത ഉടമ്പടി. ഓക്കെ, ഞാനത് ആ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററിലാണ്, അതിൽ പങ്കാളിത്ത ഉടമ്പടി വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പങ്കാളിത്ത ഉടമ്പടി, തിയറി ഭാഗം ചിലപ്പോൾ വരാം. സോ ആ ഒരു ഭാഗം വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു പങ്കാളിയുടെ പ്രവേശന സമയത്ത് പണമായി കൊണ്ടുവരുന്ന ഗുഡ്വിൽ തുകയെ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു ഗുഡ്വിൽ തുക പണമായിട്ട് കൊണ്ടുവരും. പുതിയ പങ്കാളി ബിസിനസ്സിലോട്ട് കടക്കുമ്പോൾ ഗുഡ്വിൽ കൊണ്ടുവരണം, നിർബന്ധമാണ്. സോ ആളത് പണമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് എന്ത് പേരാ പറയാന്നാ പറഞ്ഞത്. ഇവിടെ പ്രീമിയം ഉണ്ട്, മറഞ്ഞിരിക്കുന്ന ഗുഡ്വിൽ, മൂലധനം, കരുതൽ ധനം. അപ്പൊ എന്താ, മറഞ്ഞിരിക്കുന്ന ഗുഡ്വിൽ അല്ല, മൂലധനം അല്ല, കരുതൽ ധനം അല്ല, എന്തായിരിക്കും? പ്രീമിയം. അതിനൊരു പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഗുഡ്വില്ലിന് വേറെ വിളിക്കുന്ന പേരാണ് പ്രീമിയം. ഓക്കെ, സോ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ എന്താണ്, ഒരു സ്ഥാപനത്തിൽ ഒരു പങ്കാളിയെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് രേഖപ്പെടുത്താത്ത ആസ്തികൾ ഡാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഏതൊക്കെയുണ്ട് ഇവിടെ? റിവാലുവേഷൻ, റിയലൈസേഷൻ, ക്യാഷ്, ഡ്രോയിങ്സ്. ഏതായിരിക്കും? ഒരു സ്ഥാപനത്തിൽ ഒരു പങ്കാളി പ്രവേശിക്കുന്ന സമയത്ത്, പ്രവേശന സമയമാണ്, അപ്പോ അഡ്മിഷൻ ആണ് അല്ലെ, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ ആണ്. അപ്പൊ ആ സമയത്താണെങ്കിൽ റിയലൈസേഷൻ വരില്ല. റിയലൈസേഷൻ നമ്മൾ എപ്പോഴാണ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ? ഡിസൊല്യൂഷന്റെ സമയത്താണ് റിയലൈസേഷൻ വരാം. സോ റിയലൈസേഷൻ അല്ല.
ക്യാഷും അല്ല ഡ്രോയിങ്സും അല്ല. കാരണം എന്താ നമുക്കറിയാം, ഈ പറയുന്ന രേഖപ്പെടുത്താത്ത ആസ്തികൾ നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത്? റീവാലുവേഷൻ അക്കൗണ്ടിൽ അല്ലേ? അല്ലെ? അത് റിയലൈസേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ റിയലൈസേഷൻ അല്ലാന്ന് എങ്ങനെ ഉറപ്പാക്കിയത്? ഇത് പങ്കാളി പ്രവേശിക്കുന്ന സമയമാണ്. സോ പ്രവേശിക്കുന്ന സമയം എവിടെയാണ് ഉള്ളത്? നമ്മുടെ റിവാലുവേഷൻ ആ അക്കൗണ്ടിലാണ് പ്രവേശനം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് അല്ലെ? സോ അതുകൊണ്ട് ഏത് അക്കൗണ്ടിൽ വരാം? റിവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇതിന് നാലാമത്തെ ആൻസർ. ഇനി അഞ്ചാമത്തെ ആൻസർ നോക്കാം. ഒരു പങ്കാളി പിരിഞ്ഞു പോകുമ്പോൾ ജനറൽ റിസർവ് തുക പങ്കാളികളുടെ മൂലധന അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഏത് അനുപാതത്തിലാണ്? ശ്രദ്ധിക്കുക, ഇത് ഏത് കേസാണ്? പിരിഞ്ഞു പോകുന്ന കേസ്. അതായത് പിരിഞ്ഞു പോകുമ്പോൾ ഒരു പങ്കാളി എന്താ പറയാ, റിട്ടയർ ആയി പോവാണ് ബിസിനസ്സിൽ നിന്ന്. സോ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി മുൻകൂട്ടി ഉണ്ടായിരുന്ന ആ ജനറൽ റിസർവ്, ആ പങ്കാളിയും കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ജനറൽ റിസർവിന്റെ തുക എങ്ങനെയാണ് അവർ വീതിച്ചെടുക്കുന്നത്? ഏത് അനുപാതത്തിലായിരിക്കും? ഇവിടെ പഴയ അനുപാതം, പുതിയ അനുപാതം, മൂലധന അനുപാതം, നേട്ട അനുപാതം. ഒരിക്കലും പുതിയ അനുപാതം അല്ല. കാരണം പുതിയ അനുപാതം എന്ന് പറഞ്ഞാൽ പങ്കാളി പോയി കഴിഞ്ഞിട്ടാണ്. ഇവിടെ ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടയർമെന്റിന്റെ കേസാണ്. റിട്ടയർമെന്റിന്റെ കേസിൽ ഓൾറെഡി അവർ 3 പേരുണ്ടായിരുന്നു. ആള് പോണ സമയത്ത് ആളും കൂടി ഉണ്ടായിരുന്നപ്പോ ഉണ്ടായതാണ് ഇത് ജനറൽ റിസർവ്. അതുകൊണ്ട് അയാൾക്കും കൂടി, പോകുന്ന ആൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ആ ജനറൽ റിസർവിന്റെ എന്ത് എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏത് അനുപാതമായിരിക്കും? പഴയ അനുപാതമായിരിക്കും ഈ പറയുന്ന ജനറൽ റിസർവ് തുക വീതിച്ചെടുക്കാനായിട്ടുള്ള അനുപാതം വരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. ഇവിടെ എന്താ പറയണേ? സിക്സ്ത് ക്വസ്റ്റിനോട്ട് പോകുമ്പോൾ ലതിക, ജാൻസി, നിരുപമ എന്നിവർ 4:3:2 എന്ന അനുപാതത്തിൽ ലാഭം പങ്കിടുന്ന പങ്കാളികളാണ്. ലതിക വിരമിക്കുകയാണെങ്കിൽ ജാൻസിയും നിരുപമയും തമ്മിലുള്ള പുതിയ ലാഭം പങ്കിടൽ അനുപാതം ഡാഷ് ആയിരിക്കും. എളുപ്പാണ്, ഏറ്റവും എളുപ്പാണ് അല്ലെ? ആരാണ് ഇവിടെ വിരമിക്കുന്നത്? ലതികയാണ്. ആദ്യത്തെ ആള് വിരമിച്ചു. ഇനി ബാക്കി ആരുള്ളൂ? ജാൻസി, നിരുപമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും റേഷ്യോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആകെ 4:3:2 പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം എന്താ? ലതിക പോയി. ലതിക പോയപ്പോ ലതികയുടെ റേഷ്യോ എത്രയായിരുന്നു? 4:3:2 4 അപ്പൊ 4 പോയി. 4 ഇനി ഇല്ല. ഇനി ബാക്കി ഏതാ? 3:2. സോ അതാണ് ഇനി മുതലുള്ള അവരുടെ പുതിയ അനുപാതം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇവിടെ എന്താ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടയർമെന്റ് കേസാണ്. ഇവിടെ വേറെ നമുക്ക് റേഷ്യോനെ കുറിച്ച് ഇത്ര തമ്മിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് ഈക്വൽ ആയിട്ട് എടുക്കണൂന്നോ ഇതിലൊന്നും പറയുന്നില്ല. സോ അങ്ങനെ പറയാത്തതുകൊണ്ട് തന്നെ ഏത് റേഷ്യോ വരാ? നമ്മുടെ ബാക്കിയുള്ള റേഷ്യോ, ലതികയുടെ റേഷ്യോ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നതായിരിക്കും അവരുടെ പുതിയ അനുപാതമായിട്ട് അവർ തുടരുന്നത്. ഇതിലേതാണ്? ഓപ്ഷൻ സി 3:2. സോ ഇതാണ് നമ്മുടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മിക്കതും ആ 6 ക്വസ്റ്റ്യനിലും മിക്കതും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം MCQ വരുന്നത് 1 മാർക്കിന് വേണ്ടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരണമെങ്കിൽ ഒരെണ്ണമൊക്കെ അവർ ചോദിക്കുള്ളൂ. അങ്ങനെ ആ 1 മാർക്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം നമ്മൾ ആ പറഞ്ഞ തിയറി വായിച്ചു നോക്കാൻ പറഞ്ഞ തിയറിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇതാണ് ആ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ. ഓക്കെ, അടുത്ത ഭാഗം 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 2 സ്കോറിന്റെ എത്രയാണ്? 7 മുതൽ 9 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക. കണ്ടില്ലേ, ഇവിടെ ഓപ്ഷൻ ഇല്ല. ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ? 12% വാർഷിക പലിശയിൽ 2000 രൂപ ഓരോ മാസത്തിന്റെയും തുടക്കത്തിൽ സ്ഥാപനത്തിൽ നിന്നും പിൻവലിക്കുന്നു. ആരാണ് പിൻവലിക്കുന്നത്? എക്സ് എന്ന പങ്കാളിയുടെ ഡ്രോയിങ്സിന്റെ പലിശ കണക്കാക്കുക. സോ ഈ ഡ്രോയിങ്സിന്റെ കേസാണ്. ഇത് ഏതാണ് ചാപ്റ്റർ? നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ. അതായത് രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ വരുന്ന ഒരു അഡ്മിഷന്റെ കേസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിന്റെ പ്രവേശനം ഇല്ലേ, ആ ചാപ്റ്ററിലത്തെയാണ്. ആ ചാപ്റ്ററിൽ വരുന്ന ഭാഗമാണ് ഈ പറഞ്ഞ ഡ്രോയിങ്സ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ടോപ്പിക്. ഓക്കെ, ഡ്രോയിങ്സിന്റെ പലിശ കണക്കാക്കൽ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ്. അതിലാണ് ഇത് വരുന്നത്. സോ അതിൽ ആദ്യം ഞാൻ പഠിപ്പിച്ചതാണിത്. ഇതിൽ എന്താ പറയുന്നത്? ഡ്രോയിങ്സിന്റെ പലിശ കാണാനാണ് നമുക്ക് വന്നേക്കുന്നത്. എങ്ങനെ? അതിലൊരു കേസ് ഞാൻ പഠിപ്പിച്ചതുണ്ടായിരുന്നു. തുടക്കത്തിൽ, അതായത് ആരംഭത്തിൽ, അല്ലെങ്കിൽ മിഡിലായിട്ട്, അല്ലെങ്കിൽ അവസാനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലിശ ഡ്രോയിങ്സ് എമൗണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ റേറ്റിനനുസരിച്ച്, റേറ്റ് അല്ല, ഓരോ മന്ത് നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതെങ്ങനെയായിരുന്നു? ഇവിടെ നോക്കിയേ, 2000 രൂപ വെച്ചിട്ടാണ് മാസം മാസം കൊണ്ടുപോകുന്നത്. എങ്ങനെ? എല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ, ബിഗിനിങ് ആണ്, തുടക്കത്തിലാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, 12% ഇൻട്രസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ 2000 രൂപ തുടക്കത്തിൽ, 2000 രൂപ എല്ലാ മാസം കൊണ്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ഒരു വർഷത്തിലാണല്ലോ, വർഷാവസാനമല്ല കണക്ക് എഴുതുന്നത്. സോ ആ സമയത്താണെങ്കിൽ ഈ 2000 രൂപ ഓരോ മാസം കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എന്താ ചെയ്യണം? നമ്മള് ഒരു വർഷത്തിൽ കാണുമ്പോൾ 2000 × 12 ചെയ്യണം. അതാരും മറക്കരുത്. ഓക്കെ,
2000 ഇൻറ്റു 12 ചെയ്യണം. അല്ലാണ്ട് ചെയ്തില്ലെങ്കിൽ 2000 വെച്ച് മാത്രമാണ് കാണുമെങ്കിൽ തെറ്റും. 2000 ഇൻറ്റു 12 പറയുമ്പോൾ എത്ര? 24,000. 24,000 ആണ് മൊത്തം ഡ്രോയിങ്സ് നമ്മൾ ആ വർഷം വിഡ്രോ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ എന്താണ് കാണേണ്ടത്? നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ഈ 24,000ത്തിന് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഓക്കെ, ഇൻട്രസ്റ്റിന്റെ ശതമാനം എത്രയാണ്? 12%. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 12/100 കാണാം. 24,000 ഇൻറ്റു 12/100. ഓക്കെ അല്ലേ? ഇതും കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറയുന്നത്? തുടക്കത്തിൽ. ശ്രദ്ധിക്കുക, അത് ഇമ്പോർട്ടന്റ്. തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എത്ര മാസാക്കി എടുക്കണ്ടേ എന്നുള്ളത്. എത്രയായിരുന്നു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ? 6.5 മാസമായിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്? പലിശ കണക്കാക്കേണ്ടത്. അതായത് 6.5 ഡിവൈഡഡ് ബൈ 12 ഇങ്ങനെയാണ് വരാം. അതായത് ആൻസർ ഐ തിങ്ക് 1560. 1560 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇത് വന്നത് തുടക്കത്തിൽ ആയതുകൊണ്ടാണ്. ഓക്കെ, തുടക്കത്തിൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? 6.5 എടുത്തേക്കണേ. ഇനി ഇവിടെ അവസാനത്തിലാണെങ്കിലോ നമ്മൾ എന്തെടുക്കുക? 5.5. ശ്രദ്ധിക്കാട്ടോ, 5.5 ആണ് ഇതിന്റെ അവസാനത്തിൽ. എല്ലാ മാസം അവസാനത്തിലാണ് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 6.5ന്റെ സ്ഥാനത്ത് എന്താ വരണ്ടേ? 5.5 ആണ്. ഇനി മിഡിൽ ആണെങ്കിലോ, ഇടയിലാണ് കൊണ്ടുപോകണെന്ന് പറയുമ്പോൾ എല്ലാ മാസം ഇടയിൽ എന്ന് പറയുമ്പോഴോ 6. ഈ 6.5ന്റെ അവിടെ 6ആണ് വരേണ്ടത്. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം എല്ലാവരും. ഇത്രേ ഉള്ളൂ ആൻസർ. ആൻസർ എന്താണ്? ഇത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഡ്രോയിങ്സിന്റെ പലിശ ഈക്വൽ ടു എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കാൽക്കുലേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക. 2 മാർക്ക് മുഴുവൻ കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മുടെ 7th ക്വസ്റ്റിന്റെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നോക്കിയേ, 8ാമത്തെ നോക്കാം. അനു, ബിനു, സിനു എന്നിവർ 4:3:1 അനുപാതത്തിൽ ലാഭം പങ്കിടുന്ന പങ്കാളികളാണ്. ബിനു വിരമിച്ചപ്പോൾ 5:3 എന്ന അനുപാതത്തിൽ ഭാവിയിൽ ലാഭം പങ്കിടാൻ അനുവും സിനുവും തീരുമാനിച്ചു. ഇവരുടെ നേട്ട അനുപാതം കണക്കാക്കുക. ഇവിടെ എന്താണ്? നേട്ട അനുപാതമാണ്. അതായത് റിട്ടയർമെന്റ് കേസ് വരുന്ന ഒരാൾ പോയി കഴിഞ്ഞു. സോ നമ്മളിവിടെ റിട്ടയർമെന്റ് കേസ് വരുമ്പോൾ നേട്ട അനുപാതമാണ് വരാന്ന് പറഞ്ഞു. സോ നേട്ട അനുപാതം എങ്ങനെ കാണാം? പുതിയ അനുപാതത്തിൽ നിന്ന് പഴയ അനുപാതം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നേട്ട അനുപാതം കിട്ടുന്നത്. പുതിയ അനുപാതത്തിൽ നിന്ന് പഴയ അനുപാതം കുറയ്ക്കുമ്പോൾ. ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇതാണ് പഴയ അനുപാതം, 4:3:1. ആരുടെ മുന്നിൽ ഉണ്ടായിരുന്ന, അതായത് ആദ്യമേ ഉണ്ടായിരുന്ന റേഷ്യോ. പിന്നെ ഒരാൾ പോയപ്പോൾ പിന്നീട് അവർ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്? 5:3. അതായത് ഇവരുടെ പുതിയ റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഈ സുഖല്ലേ? ആ ഓൾഡ് റേഷ്യോന്ന് എന്ത് ചെയ്യാം? ന്യൂ റേഷ്യോ കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നേട്ട അനുപാതം കിട്ടും. ശ്രദ്ധിക്കുക, എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ അനു, ബിനു, സിനു ആണ്. ഇവിടെ ആരാണ് റിട്ടയർ ആവുന്നത്? റിട്ടയർ ആവുന്നത് ബിനു ആണ് അല്ലെ? മിഡിലത്തെ ആള് പോയി. സോ അതായത് 4:3:1. മിഡിലത്തെ ആള് പോയി. ഇത് നോക്കണ്ട, പുതിയ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:3 ഓക്കെ. അപ്പോ ഇവിടുത്തെ കേസിൽ നോക്കാം. നമുക്ക് ആദ്യം കാണണ്ട, ആദ്യം അനുവിന്റെ, ഞാൻ എ ആയിട്ട് കാണുന്നുള്ളൂ കേട്ടോ, ഷോർട്ട് ഫോം ആയിട്ട് കാണണം. അനുവിന്റെ കണ്ടുപിടിക്കുക. പുതിയ അനുപാതത്തിൽ നിന്ന് പഴയ അനുപാതം കുറയ്ക്കണം. അപ്പോഴാണ് നേട്ട അനുപാതം കിട്ടുന്നത്. പുതിയ അനുപാതം എത്ര? അനുവിന്റെ 5:3 5. 5/8 ആണ് വരാ. 5/8 മൈനസ് പഴയ അനുപാതം ഏതായിരുന്നു? 4/8 തന്നെയല്ലേ? നോക്കി, 4 + 3 + 1 8 തന്നെ. സോ എത്രയാണ് വരുന്നത്? 1/8 ആണ്. അടിയിൽ 8 ആയതുകൊണ്ട് സുഖമായി, നേരിട്ട് മൈനസ് ചെയ്യുക അല്ലെ? 5ന്ന് 4 കുറയ്ക്കുമ്പോൾ 1/8 തന്നെ. ഇനി അടുത്തത് ആരാണ്? സിനുവിന്റെ കണ്ടുപിടിക്കണ്ടേ? സിനുവിന്റെ കണ്ടുപിടിക്കുക. പുതിയ അനുപാതം എത്രയാ? 3/8. 5:8 3/8 മൈനസ് എന്താണ്? ഇതിൽ എത്രയാണ് സിനുവിന്റെ? 1/8 തന്നെ. അതായത് സിനുവിന്റെ എത്രയാണ് വരുന്നത്? 2/8. സോ ആൻസർ എന്താണ്? ആൻസർ 1:2 ആണ് നമ്മുടെ നേട്ട അനുപാതം ആൻസർ വരുന്നത്. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. 1:2 ആണ്. 1:2 ആണ് നമ്മുടെ നേട്ട അനുപാതമായിട്ട് എടുക്കുന്നത്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പങ്കാളിത്ത സ്ഥാപനം പിരിച്ച് അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നൽകിയിരിക്കുന്ന ഇടപാട് വിശകലനം ചെയ്ത് ആവശ്യമായ ജേർണൽ എൻട്രികൾ തയ്യാറാക്കുക. അടച്ചുപൂട്ടലാണ് ഉദ്ദേശിക്കുന്നത്. ഡിസൊല്യൂഷന്റെ കേസാണ്. സോ അങ്ങനെ വരുമ്പോൾ ജേർണൽ എൻട്രി എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയലൈസേഷൻ കേട്ടോ, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ജേർണൽ എൻട്രി ആണ്. അതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിക്കണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ജേർണൽ എൻട്രി പഠിക്കണം. അതിൽ നിന്ന് ജേർണൽ എൻട്രി ചോദിക്കും. ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടില്ലേ? 2 മാർക്കിന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ എന്നെ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പറയുന്നത് പങ്കാളിയായ ശ്രീ ജോസഫ് റിയലൈസേഷൻ ചിലവായ 900 രൂപ തീർപ്പാക്കി നൽകുന്നു. ഓക്കെ, 900 രൂപ തീർപ്പാക്കി നൽകാണ്. ആര്? പങ്കാളി. അപ്പൊ ഡിസൊല്യൂഷൻ സമയത്ത് നമുക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെൻസ് പങ്കാളിയാണ് ഇവിടെ കൊടുക്കണേന്ന് പറയുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരാം? റിയലൈസേഷൻ അക്കൗണ്ട് കേട്ടോ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ്
അക്കൗണ്ട് എന്ന് വരാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇവിടെ ആരാണ് പാർട്ട്നേഴ്സ്? പാർട്ട്ണർ ജോസഫ് അല്ലെ? അപ്പൊ ടു ജോസഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെയാണ് വരാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ജോസഫ് ക്യാപിറ്റൽ അക്കൗണ്ട് 900 ആ എമൗണ്ട് അടക്കം എഴുതണം കേട്ടോ. അപ്പുറത്ത് ഇവിടെ എനിക്ക് സ്പേസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് കാണിച്ചാണ്. ഇത് പങ്കാളിയാണ് അടക്കണമെങ്കിൽ, അത് ഒന്നാമത്തെ കേസ്, പങ്കാളി എക്സ്പെൻസ് അടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഇതിട്ടാ സ്ഥാപനം പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട റിയലൈസേഷൻ ചിലവുകൾക്കായി 800 രൂപ സ്ഥാപനം കൊടുത്തു. സ്ഥാപനം തന്നെ, പങ്കാളിത്ത സ്ഥാപനം തന്നെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ നമ്മൾ ജോസഫ് കാണിച്ചതിന് പകരം അവിടെ എന്ത് വരും? ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് അല്ല പോവാ ബിസിനസ്സിൽ നിന്ന് പൈസ അല്ലെ? സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് വരും. ടു ക്യാഷ് അക്കൗണ്ട്. കൂടുതലും ഈ ജേർണൽ എൻട്രി ചോദിക്കാറ് എക്സ്പെൻസിന്റെ ഭാഗത്തുനിന്ന്. സോ അതല്ലാണ്ട് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വേറെ ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കാം. അപ്പൊ റിയലൈസേഷന്റെ ഡിസൊല്യൂഷൻ ചാപ്റ്റർ ഏറ്റവും പാർട്ട് 1 ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ നോട്ട് ചെയ്ത് വെച്ചോ. ഈ ക്വസ്റ്റ്യൻ പാർട്ട് 1 ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഡിസൊല്യൂഷൻ, അതിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ജേർണൽ എൻട്രിയുടെ ഭാഗം നോക്കിയാൽ മതി, എടുക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾ. ജേർണൽ എൻട്രി റിയലൈസേഷന്റെ കുറച്ച് ജേർണൽ എൻട്രീസ് ഒരു 10-14 സംതിങ് അത്രയും ഒരു ജേർണൽ എൻട്രി ഉണ്ട് അതിൽ. ആ ജേർണൽ എൻട്രീസ് മൊത്തം എന്ത് ചെയ്യണം? പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ഭാഗത്തിലോട്ട് കിടക്കുമ്പോൾ 10 മുതൽ 13 വരെയുള്ള ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓക്കെ, 4 തന്നിട്ട് 3 ചോദ്യം ഉത്തരം എഴുതാൻ പറഞ്ഞേക്കുന്നത് 3 മാർക്ക്. ഒന്നാമത്തെ എന്താ പറയുന്നത്? സ്ഥിര മൂലധന അക്കൗണ്ട് രീതിയിൽ ഒരു പങ്കാളിയുടെ കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട 3 ഇനങ്ങളുടെ പേര്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മൂലധന അക്കൗണ്ട് 2 രീതിയിൽ തയ്യാറാക്കാമെന്നാണ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ കറന്റ് അക്കൗണ്ടിൽ ഏത് സൈഡിൽ ഏതൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചിട്ടില്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, പാർട്ട് 1 ഒന്നാമത്തെ ചാപ്റ്റർ. സോ അതില് പറയുന്നതാണ് കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് എഴുതാന്ന്. എന്തൊക്കെയായിരിക്കും എഴുതാ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതും അല്ലെ, മൂലധനത്തിന്റെ പലിശ. ഓക്കെ, പിന്നെ പാർട്ട്ണർ സാലറി, പങ്കാളികളുടെ സാലറി ഉണ്ടെങ്കിൽ അത് എഴുതും, സാലറി. പിന്നെ എഴുതുന്നത് കമ്മീഷൻ. സാലറി ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത് എന്താണ്? കമ്മീഷൻ. അതിന് പിന്നെ സംശയമില്ല, കമ്മീഷൻ ഉണ്ട്. പിന്നെ എന്തും കൂടി എഴുതാ? ഷെയർ ഓഫ് പ്രോഫിറ്റ്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഈ കറന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെയാ? മൂലധന പലിശ, പങ്കാളിയുടെ സാലറി, കമ്മീഷൻ, ഈ പറയുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ 10ാം ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഗുഡ്വിൽ? ഒരു സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, അപ്പൊ ഗുഡ്വിൽ എന്താണെന്നുള്ള കേസ് ഞാൻ പറഞ്ഞത് ചാപ്റ്റർ 2 തന്നെയാണ്. അഡ്മിഷന്റെ കേസിൽ, അഡ്മിഷൻ ഓഫ് പാർട്ട്ണറിന്റെ പ്രവേശനം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഗുഡ്വില്ലിന്റെ ഭാഗത്തിൽ വരുന്നുണ്ട്. എന്താണ് ഗുഡ്വിൽ അല്ലെ? സൽപ്പേരാണ്, ഒരു ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ മലയാളത്തിൽ എനിക്ക് ഇപ്പൊ അത് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ ഒന്ന് നോക്കി നോക്കുക, ഇപ്പൊ നിങ്ങൾക്ക് മലയാളം കറക്റ്റ് പറയണ്ടേ. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 2 പ്രവേശനം, പങ്കാളിയുടെ പ്രവേശനം എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടാവും. എന്താണ് ഗുഡ്വിൽ? ചെറിയ ഭാഗം പറയാം. പിന്നെ എന്താ പറയണേ? സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന രീതിയിൽ ഏതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആ. ബിസിനസിന്റെ ലൊക്കേഷൻ, നമ്മൾ എവിടെയാണോ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ലൊക്കേഷൻ നല്ലൊരു സ്ഥലത്ത് നോക്കിയിട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഒരു ഗുഡ്വിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് ഇപ്പൊ ഇവിടെ ആൻസർ, ഞാനിപ്പോ നമ്മുടെ ആൻസർ കീ ഉണ്ട്, അതിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ 11ാമത്തെ ആൻസർ ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കണേ. ഓക്കെ, ഗുഡ്വിൽ ഇസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് എക്സ്പെക്ടഡ് ഇൻ ഫ്യൂച്ചർ ഓവർ അബൌവ് ദി നോർമൽ പ്രോഫിറ്റ്സ്. അപ്പൊ നിങ്ങൾ മലയാളത്തിലല്ലേ, സോ മലയാളത്തിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് ഉണ്ടാവും. ഓക്കെ, എനിക്ക് മലയാളത്തിൽ പറയാൻ ഓർമ്മ കിട്ടുന്നില്ല, സോ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഭാഗം നോക്കാം. എന്നിട്ട് പിന്നെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ? നാച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ തരം, ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് അതും ബാധിക്കും. ഓക്കെ, അതിനനുസരിച്ചാണ്. പിന്നെ സൈസ്, ബിസിനസിന്റെ സൈസ്, വലിപ്പം, ലൊക്കേഷണൽ ഫാക്ടേഴ്സ്, ഞാൻ പറഞ്ഞ ലൊക്കേഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്ത് എഴുതിയില്ലെങ്കിൽ ഇത് എഴുതണം. ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈം ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഗുഡ്വിൽ എന്താന്നുള്ളത് നിങ്ങൾ നോക്കുക ചാപ്റ്ററിൽ. പിന്നെ സ്ഥാപനത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞു, ഒരു ഗുഡ്വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണെങ്കിൽ അടുത്ത എന്താണ് പിന്നെ പറയുന്നത്? ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി പറയുന്ന പട്ടിക പൂർത്തിയാക്കുക. ഇങ്ങനെ ഒരു
ഫില്ല ബ്ലാങ്ക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തേത് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തന്നേക്കണതാണ്. ഇതെന്താ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ജേർണൽ എൻട്രീസ് ആണ്. ഇതെന്താണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ജേർണൽ എൻട്രീസ് ആണ് കാണിച്ചു തന്നേക്കണേ. ഒന്നാമത്തെ ഒരു പറഞ്ഞിട്ടുണ്ട് ആസ്തികളുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വർധനവ്. ആസ്തികൾ കൂടുമ്പോ അല്ലെ എന്താ ചെയ്യണ്ടേ? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിവാലുവേഷൻ. അസറ്റ് കൂടുമ്പോ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. റിവാലുവേഷൻ നമ്മൾ എന്താ ക്രെഡിറ്റ് ചെയ്യുക? റിവാലുവേഷൻ സോറി അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട്. ഇനി അടുത്ത് നമ്മൾ എഴുതണം ബാധ്യതകളുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വർധനവ്. സോ ബാധ്യതകൾ കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്? ലയബിലിറ്റീസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ലയബിലിറ്റീസിനെ ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് എന്തായിരിക്കും ചെയ്യുക? ഡെബിറ്റ് അല്ലേ? സോ ഇവിടെ എന്താ വരാ? റീവാലുവേഷൻ അക്കൗണ്ട്. ഷോർട്ട് ആക്കി ആർന്ന് എഴുതണുള്ളൂ. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. അടുത്തത് രേഖപ്പെടുത്താത്ത ആസ്തികൾ രേഖപ്പെടുത്തുമ്പോൾ അൺറെക്കോർഡഡ് അസറ്റ്സ് എന്ന് പറയും അല്ലെ. രേഖപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും? അസറ്റ് കൂടി വീണ്ടും. അസറ്റ് കൂടുമ്പോ എന്താ? തൊട്ട് മേലെ പറഞ്ഞിട്ടുണ്ട് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിവാലുവേഷൻ ആണ്. സോ ഇവിടെ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇവിടെ എന്താ വരാ? റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി അടുത്തത് എന്താ? ആസ്തികളുടെ മൂല്യത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ. ഇനി ആസ്തികളുടെ മൂല്യത്തിൽ കുറവാണ് സംഭവിക്കുന്നത്. അസറ്റിന്റെ വാല്യൂ കുറയാണ്. സോ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? കൂടുമ്പോ ഡെബിറ്റ് ആണ് ചെയ്യണമെങ്കിൽ കുറയുമ്പോ അസറ്റിന് എന്താ ചെയ്യണ്ടേ? ക്രെഡിറ്റ് ചെയ്യണം. സോ റിവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇവിടെ എന്താ വരാ? അസറ്റ് അക്കൗണ്ട്. ഇതാണ് ഈ ഫിൽ ദ ബ്ലാങ്ക്സിൽ വരുന്നത്. ഓക്കെ, ഇനി 13ാം ദിവസം എന്താ പറയണേ? ഒരു പങ്കാളിത്ത സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടലിന്റെ ഏതെങ്കിലും 3 രീതികൾ എഴുതുക. അടച്ചുപൂട്ടലിന്റെ രീതികൾ ഏതൊക്കെയാ? ഓക്കെ, ഡിസൊല്യൂഷൻ ബൈ അഗ്രിമെന്റ് അല്ലെ. അഗ്രിമെന്റ് വഴി അഗ്രിമെന്റ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞു. എഴുതി വെച്ച പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? നിർത്തി പോവാം. കമ്പൽസറി ഡിസൊല്യൂഷൻ നിർബന്ധിത അടച്ചുപൂട്ടൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഡിസൊല്യൂഷൻ ബൈ കോർട്ട് കോടതി മുഖേനയുള്ള അടച്ചുപൂട്ടൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 3 അല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് എഴുതാം. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? അടച്ചുപൂട്ടലിന്റെ ഏതെങ്കിലും 3 രീതികൾ എഴുതാം. ഓക്കെ, 3 രീതികൾ ടെക്സ്റ്റ് ബുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ ചാപ്റ്റർ ആണ്. ലാസ്റ്റ് ചാപ്റ്ററിലെ ആ ഫസ്റ്റത്തെ ഭാഗം ഫസ്റ്റത്തെ 2-3 പേജിൽ ഉണ്ടായിരിക്കും ഈ പറയണ. ഫസ്റ്റത്തെ പേജിൽ തന്നെ ഉണ്ടായിരിക്കും. അടച്ചുപൂട്ടലിന്റെ കുറച്ച് കേസസ് ആണ് ഫസ്റ്റ് തിയറി ഭാഗമായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ 3 മാർക്കിന്റെ സെക്ഷൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചോ? പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കി 3 മാർക്കിന്റെ എത്ര 4 ക്വസ്റ്റ്യൻ തന്നിട്ട് 3 എഴുതാനാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. അതിൽ നോക്കിയേ 10ാമത്തെയും 11ാമത്തെയും എന്താണ്? തിയറി ചോദിച്ചേക്കണേ. തിയറി പോലല്ലേ, അതായത് കണക്ക് പോലെ അല്ലല്ലോ, തിയറി ലെവല് അല്ലെ. 10ഉം 11ഉം പിന്നെന്താ? അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താ? 12ഉം ഫില്ലപ്പ് ചെയ്യാനാ അല്ല. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലത്തെ ഒന്നുമില്ല. 13ാമത്തെ അങ്ങനെ തന്നെയാ എഴുതുന്നതാ ചോദിച്ചേക്കണേ ജസ്റ്റ്. അപ്പൊ 3 മാർക്കിന്റെ മൊത്തം അവരെന്താ ചോദിച്ചേക്കണേ? എഴുതുന്നതാണ് വരുന്നത് മിക്കതും. അങ്ങനെ ആയിരിക്കും വരാൻ ചാൻസ്. ഈ 2 മാർക്കിന്റെ ആയിരുന്നു എന്ത്? കണക്ക് കൂട്ടാനായിട്ട് നേട്ടനുപാതം അങ്ങനത്തെ രീതിയിലൊക്കെ വന്നില്ലേ? ഇല്ലേ? അപ്പൊ അത് വന്നത്. അപ്പൊ 3 മാർക്കിന്റെ മൊത്തം എന്താ? തിയറി ഭാഗങ്ങളായിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? തിയറി തീരെ നോക്കാണ്ട് പോരാനും പറ്റില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക നിങ്ങൾ.